ഹലോ ഗായ്സ്. അപ്പോ ഇന്ന് നമ്മള് എവിടേക്ക് പോണേ? സൂ അൽക്കോറിലെ സൂവിലോട്ട് പോവാണ്. അപ്പൊ ഇതാ നമ്മുടെ ഡ്രൈവർ ഉണ്ട്. ഇന്നിപ്പോ എത്തിയിട്ടുള്ളൂ. ജസ്റ്റ് കെയിം ഫ്രം കേരള. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊന്നും അറിഞ്ഞൂടാ നമുക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. മാപ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ സ്ഥലം, വിശാലമായ റോഡ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങള് വഴിയെ വരും. സ്റ്റേ ട്യൂൺ. ആ കാണാണ് സൂ. നമുക്ക് ഈ എക്സ്പ്രസ് വേന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു എക്സിറ്റ് ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഇതാ അൽക്കോറിലെ സൂവിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സൂ ആൻഡ് പാർക്ക്. റിയലി അമേസിങ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലം. പക്ഷെ എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ സ്ഥലമാണ്. നോക്കിയിട്ട് പറ. സൂപ്പറാണ്, അടിപൊളി. അപ്പൊ ഇന്ന് നമ്മൾ ആരൊക്കെ കാണാൻ പോണ? കുറിച്ച് പാണ്ട നമ്മുടെ നാട്ടിലെ സൂവിലൊന്നുമില്ല. ഇല്ലല്ലോ, ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടില് പാണ്ട ഇല്ല. അപ്പൊ നമ്മളെ മെയിൻ അതിഥി എന്ന് പറഞ്ഞാല് പാണ്ട, കുംഫു പാണ്ട. അപ്പോ കുട്ടികളൊക്കെ കാത്തിരിക്കുക. പാണ്ടനെ കാണിച്ചു തരാം. പാണ്ട വരും. പാണ്ട 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 എവിടെ ഉണ്ട്? പാണ്ട ഇതൊരു ലോഡ് ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ നടക്കണം പാണ്ടനെ കാണണമെങ്കിൽ. പക്ഷെ നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. പക്ഷേ കുട്ടികളായിട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പം നമ്മൾ വേറെ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ? പക്ഷേ സീബ്ര ഉണ്ട്. അതാണ് നിൽക്കുന്നത് സീബ്ര. ഇവിടെ തണലത്ത് നിൽക്കുന്നുണ്ട്. സീബ്രനെ പോയി കാണാം. സീബ്രനെ കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മുടെ സീബ്ര ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഉണ്ട് സീബ്ര. അവിടെ ഉണ്ട്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി ഒരു 5-6 ആൾക്കാരേ ഉള്ളൂ ഇവിടെ. സൂപ്പറാണ്, ഒരു രക്ഷയില്ല കാണാൻ. നാട്ടിലത്തെ പോലെ നല്ല ഇവിടുത്തെ സീബ്രക്ക് ഒരു പ്രത്യേക രസമുണ്ട്. ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്. ഇവിടെ എന്താന്ന് അറിയില്ല. കാരണം ഇവിടെ കാണാനില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. നമ്മളൊരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവാണ്. ഗുഹയിൽ വെള്ളച്ചാട്ടം ഉണ്ട്. ഏതിന്? എടാ ജീവനാണ്. എടാ ഇപ്പൊട്ടാമസേ സമ്മതിച്ചു പോയിട്ടാ. എടാ അത് ജീവന്. ഞാൻ വിചാരിച്ചത് സ്റ്റാച്ചു ആണെന്നാ. എന്ത് സ്ലോ മോഷനാണ്. 120 ഇതിലാണ് തോന്നുന്നത്. ഭയങ്കര സ്ലോ മോഷനില്. നമ്മുടെ നാട്ടിലുള്ളതിനൊക്കെ കുറച്ചും കൂടി ഇതുണ്ട് തോന്നുന്നു. ആക്റ്റീവ് ആവുന്നു. ഭയങ്കര സ്ലോ മോഷൻ. ഞാൻ സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചേ. നിക്കണോക്ക്, അനങ്ങാണ്ട് നിക്കണോക്ക്. ഒരു പൊട്ടുപോലാണല്ലോ. അതാ അതിന്റെ ചെവി മാത്രം അനങ്ങി. സമ്മതിച്ചു പോയിട്ടോ. പിന്നെ ഇതെന്ത് നമ്മുടെ നാട്ടില് കറുത്താളറല്ലോ. റൈനോ. ആ ഇത് പൊട്ടാമസ് അല്ല കേട്ടോ, അത് റൈനോ ആണ്. അതാണ് ഇത്ര സ്ലോമാശ. ഞാനവിടെ അപ്പം കണ്ടിവിടെ ഒരു സാധനം കാണാനുണ്ടാവില്ല. ഇത് കുളിപ്പിച്ചൊരു വൃത്തി ഉണ്ടാവുമായിരുന്നു. അങ്ങനെ നമ്മള് ഗുഹയ്ക്ക് പോവാണ്. ഇതാണ് ഗുഹ. ഗുഹയിൽ വെള്ളച്ചാട്ടം ഉണ്ട്. സംതിങ് സ്പെഷ്യൽ. എടക്കെന്താ എടുത്തുണ്ട്. കൊരങ്ങനാണ്. അതിന് മുഖം കണ്ടായിരുന്നൂടെ? കൊരങ്ങനാണ്. ആ അത് എഴുതി വെച്ചിരുന്നു. കോമൺവെൽത്ത് സൗത്ത് സെൻട്രൽ അമേരിക്കയിലുള്ളൊരു സാധനമാണല്ലോ. ഇതെന്താണ്? മനസ്സിലാവുന്നില്ല. ഇവിടെ ഉള്ള ആള് റെസ്റ്റിലാണ്.
വരാം, നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് വരാം അവിടെ റെസ്റ്റ് എടുത്തോളൂ. ഇതാണ് നമ്മുടെ വൈൽഡ് കാറ്റ്, ബംഗാൾ കാറ്റ്. ഒരു നമ്മുടെ സാധാ പൂച്ചയല്ല, കാരണം ആള് സീനാണ് ബംഗാൾ കാറ്റ്. ഹൈബ്രിഡ് ഫ്രം വൈൽഡ് കാറ്റ് ആൻഡ് ഓർഡിനറി കാറ്റ് ഫൗണ്ട് ഓൾ ഓവർ ദി വേൾഡ്. ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഇത് ഹൈബ്രിഡാണ്. എല്ലാ ഇനത്തിൽ നിന്നുള്ളതാണ്, എല്ലാവരും അയക്കുന്നു. സീനാണ്, സീനാണ്. ഇത് ഒരു മലമ്പാമ്പാണ്. മലമ്പാമ്പല്ലേ? മലമ്പാമ്പല്ലാന്ന് തോന്നുന്നത്, മഞ്ഞ മലമ്പാമ്പുണ്ട്. എന്തിനോ അടിച്ചിട്ടിരിക്കുക, മന്തി അടിച്ചിരിക്കണ പോലെ, പാസിന് മന്തി അടിച്ചിട്ടിരിക്കണ പോലെ ഉണ്ട് ഇരിക്കണേ. ഏത് വ്യക്തിപറ്റ പറയാനാണെങ്കിലും അത് മടിയനായി പറയുന്നത്. ഇവിടെ ഉള്ള കൂട്ടിലൊളിച്ചിരിക്കുക. ഒരു പ്രാവശ്യം അച്ചടുത്ത പരിപാടിയായിട്ടുണ്ട്, കാശെടുത്ത് വന്നിട്ട് ഒളിച്ചിരിക്കുന്നു. അതിനൊക്കെ കിടന്ന് വട്ടടറോക്ക് നമ്മൾ കൊടുത്ത കാശുകളുടെ മുതലുണ്ട് പുറകണ്. എൻ്റെ മടിയന്മാര് എക്സസൈസ് ചെയ്യാണ്. എന്തോ അടിച്ചിട്ട് കിറങ്ങിയിരിക്കുക വന്നിട്ട്, എന്തോ അടിച്ച് കിറങ്ങിയിരിക്കുക. പെട്ടെന്ന് കറങ്ങണോക്ക് നിന്ന് കറങ്ങണോക്ക് റാക്കോ അറിയില്ലല്ലേ? ഇതൊക്കെ സാധനമാണ്, എന്ത് തേങ്ങയാണ് ഇതൊക്കെ. ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇതൊരു മുഖമൊക്കെ കുറയ്ക്കണ പോലെ, മുഖം കുറയ്ക്കണ പോലെ അല്ലേ? അല്ലാതെ മുഖം കുറയ്ക്കണ പോലെ. മുടിക്ക് സ്ട്രൈറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിക്കണ്. എന്താ അങ്ങനെ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ? അത് അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഈ സാധനം. നമ്മളീ സാധനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇതാണ് അടുത്ത മലമ്പാമ്പ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് മലമ്പാമ്പാണ് ഈ സാധനം. അത് പിന്നെ ഒരു സ്പെഷ്യൽ ഇതിലുള്ളതാണ്. അത് ഏഷ്യയിൽ കാണുന്നതാണ് ഇതാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ ഒരു സെറ്റപ്പ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ്. കൊള്ളാം, നല്ല രസമുണ്ട് അല്ലേ? മാനിൻ്റെ ഒപ്പം പ്രാവുണ്ട്, കോഴിയുണ്ട്. ഇവരെല്ലാവരും സുഹൃത്തുക്കളാവുണ്ട്. ഇവരത് സീനില്ല, ഇവരൊരുമിച്ചിട്ടാണ് ഇവരെല്ലാവരും കൂടിയിട്ട്. പല ടൈപ്പ് മാനുണ്ട് കേട്ടോ. അല്ല പക്ഷേ പുള്ളിമാനുണ്ട്, കലമാനാണ് അത് തോന്നുന്നു കേട്ടോ. മറ്റേ കൊമ്പില്ലാത്ത മാനല്ലേ, കലമാനാണെന്ന് തോന്നുന്നു. 2 ടൈപ്പ് മാനുണ്ട്. ജിറാഫക്ക മൂപ്പരെന്താണ് ഭയങ്കര ക്ഷീണിച്ചിരിക്കണല്ലോ, ഷോകായിട്ട് അല്ലേ? തിന്നാനൊന്നും കിട്ടിയില്ല തോന്നിട്ടാ. ഭയങ്കര ക്ഷീണുണ്ട് മുഖത്ത്. എന്താ പറയണേ? ഇവിടെ എന്തല്ലടാ ഓസ്ട്രിച്ച്. നമ്മളെ പറ്റിച്ച്. സംഭവം എന്താ വെച്ചെങ്കില് പാണ്ടൊക്കെ സെപ്പറേറ്റ് സ്ഥലമാണ്. കാണുന്ന അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു അടിപൊളി സെറ്റപ്പാണ്. കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞാണ് അതാവുന്നുള്ളത്. പാണ്ടൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയ, പാണ്ട ഹൗസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ സൂടിൻ്റെ ഉള്ളിൽ 4 തീവ്രനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അതിന് പൈസ കൊടുത്ത് വന്ന്. ഇപ്പോൾ പാണ്ടൊക്കെ സെപ്പറേറ്റ് കാശ് കൊടുക്കണം എന്നാണ് പറയണത്. പോയോക്കാം. സൂപ്പർ കുട്ടിയാടുണ്ട്, പിന്നെ ചെമ്മരിയാടുണ്ട്. ആ കിടക്കുന്ന ചെമ്മരിയാടില്ലേ? മുട്ടനാട് നമ്മുടെ ലാലേട്ടൻ. നമ്മുടെ ലാലേട്ടൻ മറ്റേ സിനിമയില് നിൽക്കുന്ന ആടില്ലേ, ആ സെയിം ടൈപ്പ് സാധനത്തിൻ്റെ ചോരയാണ്. ഏതാണ് സിനിമയുടെ പേര്? കുറിച്ച് സ്ഫടികത്തിൽ മോഹൻലാൽ അടി കഴിഞ്ഞാൽ കുടിക്കുന്ന ചങ്കില് ചോര. ഇതാ അവരുടെയാണ്. ഗ്രില്ലടിക്കാൻ പറ്റിയ സാധനങ്ങളാട്ടാ. എന്നെ കുറിച്ച് ഗ്രില്ലടിക്കാറുണ്ട്. ചെക്കത പുല്ല് കൊടുക്കണ് ആടിന്. കൊടുത്ത് അങ്ങനെ ചെമ്മരിയാട്. അതാ നിൽക്കുന്ന ചെമ്മരിയാട്. അതാ ഒട്ടക പക്ഷി എടുക്കണേ. എന്തെന്ത് ഒട്ടകപക്ഷി. അടേ ചിങ്കാരിയാട്. നോക്ക്, ഇതാണ് കോട്ട്. താടിയുള്ള കോട്ട്. താടില്ല, കോട്ട് ചിങ്കാരിയാട്. കറക്റ്റ്. ഇതാണ് കലമാനുണ്ട്, പുള്ളിമാനുണ്ട്.
അല്ല കൊമ്പുള്ള വെള്ളം കുടിക്കുന്ന സാധനമാണ് കലമാൻ. കലമാനിന് എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? കലമാനിന് എന്താ പ്രത്യേകത? കലമാൻ്റെ മറ്റേതാണ് ഏറ്റവും കൂടുതൽ സ്മെല്ല്, ഭയങ്കര വാല്യൂ ഉള്ള എന്തൊരു സാധനം ഉണ്ടല്ലോ, അത് അതിൻ്റെയാണ്. അത്ര കറിഞ്ഞാൽ പിന്നെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒട്ടകപക്ഷിയാണ്. അപ്പോഴാണ് കുറച്ച് പറഞ്ഞത് ഒട്ടകപക്ഷി എന്നല്ല, ഇതാണ് യമു എന്ന്. യമു അല്ലേ? യമു സെമു ആരോട്ടാണ് ജമ്മു. കണ്ട കറക്റ്റ് ഒട്ടകപക്ഷി. ഇനി ഇത് ഒട്ടകപക്ഷിയാണത്. കാണാൻ പറ്റുമെന്നറിയില്ല. ഇതാ ആ കാണുന്നിടത്താണ് നമ്മുടെ പാണ്ട ഉള്ളത്. അവിടെ അല്ലേ മുറിച്ച് പാണ്ട ഉള്ളത്? പാണ്ട വരും വരാട്ടാ പാണ്ടനെ കാണാൻ. ഇത് വേറൊരു സെറ്റപ്പാണിത്. അത് നമ്മളിപ്പോൾ അത്യാവശ്യം നടന്നിട്ടുണ്ടാവില്ല. ഇപ്പം ഇന്ന് അറിയില്ല, അങ്ങനെ വലിയൊരു 1 കിലോമീറ്റർ നടന്നുണ്ടാവോ, മുകളിൽ നടന്നുണ്ടാവും. പക്ഷെ അത്യാവശ്യം കാണാനുണ്ടല്ലോ. നമ്മൾ സാധാരണ യൂഷ്വലി നമ്മുടെ നാട്ടിലുള്ള സൂവിൽ കാണുന്ന ടൈപ്പ് സാധനങ്ങളല്ലല്ലോ നമ്മൾ കണ്ടേ. വെറൈറ്റി സാധനങ്ങളാണ്. പിന്നെ നമ്മൾ സീബ്രനെ കണ്ട്, നമ്മുടെ നാട്ടിലുള്ള തന്നെ. പിന്നെ പാമ്പിനെ കണ്ട്. ബാക്കിയുള്ളതൊക്കെ യൂഷ്വലി നമ്മുടെ നാട്ടിൽ കാണാത്ത സാധനങ്ങളാണ്. അങ്ങനത്തെ ഐറ്റംസാണ്, വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മൾ കണ്ടത്. ഇനി ഇതാണ് ഇവിടെ നമുക്കൊരു വെറൈറ്റി സെറ്റപ്പ് ഉണ്ട്. വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു ബ്രിഡ്ജ് പോലത്തെ സെറ്റപ്പ്. അവിടെ നടന്നു പോവാം. അരയന്നങ്ങൾ, എന്താണ് ഇതിനൊക്കെ പറയാ, താറാവിനത്തിൽ പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വേഴാമ്പല്, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ. ഇതിനെ ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി സെറ്റപ്പിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട്. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് ഫീഡ് ബേർഡ്സ്. ഒരാളൊരു മനുഷ്യനൊരു സാധനം കൊടുത്തു വരുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പീക്കോക്ക്, മയിൽ. നമ്മുടെ നാട്ടിൽ വെറുതെ നടക്കുന്ന സാധനങ്ങളാണ് പറമ്പിലൊക്കെ. ഇതിനെ കാണാൻ വേണ്ടി കാശെടുത്ത്. എടാ അത് വെറൈറ്റി ഇതായിണ്ടല്ലോ. അരയന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ജോലി. ഇതൊക്കെ ചളി പിടിച്ച് ഒരു വൃത്തികെട്ട കളറിലാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇതൊക്കെ നല്ല വെളുത്തിട്ട് നല്ല രസമുണ്ട്. കറക്റ്റ്. ഇൻഷാല്ലാ എല്ലാവരും ഇങ്ങോട്ട് വരിക. നമുക്ക് ഒരു ദിവസം ഒരെണ്ണത്തിന് എടുത്തിട്ട് നമുക്ക് ഗ്രില്ലടിക്കുക. ഒരെണ്ണത്തിനെ നമുക്ക് പരിപാടി ഉഷാറാക്കുക. ഒരെണ്ണത്തിനെ ഗ്രില്ലൊക്കെ അടിച്ച് നല്ല മസാല ഒക്കെ ഇട്ടിട്ട് സൂപ്പറാവും. ഇതാണല്ലേ വേഴാമ്പല് മുറിച്ച. ഇതിന്റെ പേരെന്താ? അപ്പൊ ഇതിന്റെ പേരെന്താ? ഹംസ. ആ ഫ്ലമിംഗോ. ഇതാണ് ഫ്ലമിംഗോ. ഇത് മലയാളത്തിൽ എന്താ പറയാ ഫ്ലമിംഗോക്ക്? അതാണ് ആ സാധനം എന്താ പക്ഷേ അത് ഗിനി. ഇത് ടർക്കിയല്ലേ? ഗിനിയാണാ? പണ്ട് ഇതേപോലത്തെ വലുതല്ലേ ടർക്കി? ഏകദേശം സിമിലർ ആണ്. അതുപോലെ പണ്ട് കൊടിഞ്ഞില് ടർക്കി ഉണ്ട് എന്നിട്ട് മുർഷിദിനെ വിളിച്ചോണ്ട് പോയത്. കൊടിഞ്ഞില് ടർക്കി ഉണ്ട് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ ടർക്കിനെ കാണാൻ വേണ്ടി കൊടിഞ്ഞി പോവും. നമുക്കിന്ന് അങ്ങോട്ട് പോയേക്കാം. അവിടെ എന്തൊക്കെയുള്ള പീലിയുള്ള മയിലല്ല, പീലില്ലാത്ത മയില. ചേച്ചി ഒന്ന് നോക്കണേ ഞാൻ പറയുമ്പോ. ആ പോവാ. എന്തൊക്കെ വെറൈറ്റി സെറ്റപ്പ് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി വെറൈറ്റി പല തരത്തിലുള്ള വേഴാമ്പ്, പല കളറുകൾ. ഇതിറ്റങ്ങൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങൂല ഉണ്ട് കേട്ടോ, ഈ ടൈപ്പ്. പിന്നെ അവിടെ ഉണ്ട് പീലുള്ള മയില, അവിടെ കിടക്കുന്നത് പീലുള്ള ടൈപ്പ്. അപ്പം കൊള്ളാം, അടിപൊളിയാണ്. This one is the artificial waterfalls. And അത് കൊച്ചിയല്ലടാ, നമ്മുടെ നാട്ടിലുണ്ടാവണേ. എൻ്റെ പൊന്നെ, നമ്മുടെ നാട് മൊത്തം തൂറി നാട്ടിക്കണ സാധനം. അതിറ്റങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് ഇട്ടിക്കുന്നു. കൊച്ചി. ഞാൻ തമാശ പറഞ്ഞാണ്, ഞാൻ റിവെഞ്ച് എടുക്കാന്ന് വരില്ലേ. അത് ഇവിടെ തൂറി നശിപ്പിച്ചിട്ടാ. കൊച്ചിയനല്ലേ? കൊച്ചിനാണ്, പരന്തൊന്നുമല്ലല്ലോ. Something special because we did not see for this one ever. നാട്ടില് സൂലുണ്ടാവില്ലേ? നാട്ടിൽ സൂലുണ്ടാവും. നമ്മൾ സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നത് ഇത് ഇതന്നെയാണ്, വൈറ്റ് സ്മൈലി. മൈലി നെറ്റ് കെട്ടിയിട്ടുണ്ട്. പിന്നെ തീറ്റങ്ങൾക്ക് പറക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. ഫുള്ള് പറക്കണ്ടവർക്ക് പറക്കാം. അത് അവിടെ എന്താ കുടുങ്ങിയിരിക്കണ്? കുടുങ്ങിയല്ലേ പുറത്തേക്ക് അടിയാ, അവിടെ കീറിയിട്ടുണ്ടായിട്ടങ്ങള്. എന്താ വിചാരിച്ച്
പക്ഷെ വെറുതെ അല്ല ഇവിടെ ഫുള്ള് പുറത്ത് കിളികളിട്ട. പിന്നെ ഇതിവിടെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കളിക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പാർക്കുണ്ട്. ഇൻഷാ അല്ലാ ഫ്യൂച്ചറില് എല്ലാം ചെയ്യാം ഇൻഷാ അല്ലാ. ഇതിവിടെ ഇങ്ങനെ കളിക്കാം. പിന്നെ ഇനിയാണ് നമ്മൾ കാണാൻ പോണതാണ് കുറച്ച് ഒരു 1.5 ആളെ നമ്മൾ കാണാൻ പോണ സിംഹം അല്ലേ, പുലി. പുലിയല്ലടാ സിംഹം. പിന്നെ കടുവണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്, പിന്നെന്തുള്ളു, പിന്നെന്തുണ്ട് പറഞ്ഞല്ലോ, ചിമ്പാൻസി ഉണ്ട്. കരടി അപ്പുറത്തല്ലേ, പാണ്ട അപ്പുറത്താണ്. പാണ്ട ഇവിടെ റിച്ചാണ്. പാണ്ടനെ കാണണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുത്താണ് ചെല്ലണം. ആള് റിച്ചാണ്. ഒന്നു മക്കളെ ഒരു സിംഹമുണ്ട്. പിന്നെ പ്രാന്തളകിട്ട് നടക്കുന്നൊരു സിംഹം നിൽക്കുന്നു. കിളി വാരിയിട്ട് കിടക്കാണ് അവൻ. ഇതവൻ നിൽക്കുന്നുണ്ടില്ലേ? ഇതാ പോണതാ ആശാൻ പോണതാ. പിന്നെ എത്ര ആൾക്കാരാണ് കാണാൻ വേണ്ടി വന്നിട്ട് പോണ പോക്ക്. ഇത് കാലുമെന്താ എക്സസൈസ്, ഫുഡ് കഴിച്ചിട്ട് വ്യായാമം. നമ്മളെ പോലെ ഒന്നുമല്ല, ഹെൽത്ത് നോക്കിയിട്ടുള്ള കളിയുള്ളൂ, ഹെൽത്ത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ. എനിക്ക് തോന്നുന്നു വിശന്നിട്ടാണ് ആ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് ഇട്ടാറ്, ആ ഡോറിൻ്റെ അവിടുന്ന് ഫുഡ് ഇട്ടാറ്. പെൺസിമുണ്ട്, മൂപ്പര് ഇവിടെ തന്നെ ഇട്ടേക്കണ്. മൂപ്പരെന്താ ഇവിടെ കുട്ടീനായിട്ട് കളിക്കാലോ. ആശാ കുട്ടീനായിട്ട് കളിക്കുന്നത്, ഫുഡിന് വേണ്ടിട്ട് ആ ഡോറ് തുറന്നിട്ടാണ് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഫുഡിന് വേണ്ടിട്ട് കാത്തിക്കാണ് മറ്റാള്. ശരി എന്നാ കൊടന്നാ പ്രോഗ്രാം ചെയ്തിട്ട് പോലെ അങ്ങോട്ട് കുറച്ച് നടക്കുന്ന പോലെ തിരിച്ചു നടക്കുന്നത്. മറ്റേതേപോലെ തന്നെ ആയിരുന്നല്ലോ മറ്റേ സിംഹം പെൺപുലി. തുറിച്ചു തന്നെയാണ് ഒച്ചുണ്ടാക്കുന്നത്. എന്റെ മോനെ ഇതിന്റെ മുന്നിലൊക്കെ പെട്ടല്ലോ, തീർന്നില്ലേ? എന്നിട്ട് ഇതിന്റെ മുന്നിൽ പെട്ടിട്ട് ആൾക്കാർ രക്ഷപ്പെട്ടവരെ കണ്ടോ? എന്തിനാണ് സീനല്ലേ? കളർ പോയിട്ടുണ്ടല്ലോ അല്ലേ? കളറൊക്കെ പോയിട്ടുണ്ടല്ലോ വയറിന്റെ അവിടുത്തെ. ഇരുന്ന് പറഞ്ഞിട്ടാവും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിക്കല്ലേ ഇരിക്കുന്ന കണ്ടാശാൻ കെതച്ചിട്ട് ഒരു 5 കിലോമീറ്റർ ഓടിയിട്ട് ഇരിക്കാവുണ്ട് അല്ലേ? ഇത് പ്രഗ്നന്റ് ആവണടാ, ഇത് പ്രഗ്നന്റ് ആവണ് അല്ലേ? ആണാ വരുന്നു വൻ്റെ മോനെ വരവ് നോക്ക്. എന്റെ റബ്ബിലി സദേ തമ്പരാണ് സീന നാശാന്താ വിവരം തൊച്ചുണ്ടാക്കട്ടെ. ചെറുതായിട്ട് വെച്ചുണ്ടാക്കുന്നു കേട്ടാ, ചെറുതായിട്ട് ശ്വാസം വിടുന്ന ശബ്ദമാണത്. അപ്പൊ അതൊക്കെ അലറിയുള്ള ശബ്ദം. എന്താ പറയാ പറയണേ തച്ചോനെ. ശ്വാസം വിടണല്ല, അത് ഒച്ച ഉണ്ടാക്കണമെന്നല്ല. ഇന്ററപ്പേ ഇതെങ്ങാനും
ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിന്ന് 5 മണിക്ക് ഷട്ടർ ഇറക്കും ഞാൻ പോകുന്നത്. പണ്ടരം തുറന്നത് 2 പിടക്കായിരുന്നു. ഭക്ഷണം വരേണ്ട സമയമായിക്കണ, അതാണ് ആശാൻ അങ്ങനെ അവിടെ നടക്കണേ, ഇങ്ങോട്ട് വരാത്ത. ഫുഡ് ആ ഗേറ്റിൽ കൂടെ, അത് ആ കാണുന്ന ഗേറ്റിൽ കൂടെയാണ് ഫുഡ് കൊണ്ടുവരിക. ഫുഡിൻ്റെ ടൈം ആയിക്കണേ. അപ്പോൾ അത് നോക്കിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ വല്ലാണ്ട് ഇതാക്കാൻ നിൽക്കണില്ല. ഗ്രില്ലൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, എടുത്തിട്ട് അടിച്ചിട്ട് വരുമോ. ഇതില്ലയോ ഇതല്ലേ പാഡ്? ഏയ് മോനെ, നമ്മൾ പൂച്ചയുടെ വർഗത്തിൽ പെട്ട ആളാണ്. സിമിലർ ലെവലിൽ. അങ്ങനെ ഫൈനലി വി ഡൺ. ഫോണിൽ ചാർജ് കഴിഞ്ഞു, അതാണ് നമുക്ക് ബാക്കിയൊന്നും കാണാൻ പറ്റുന്നത്. പുലി ഉണ്ടായിരുന്നു, സിംഹം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പാണ്ട ഉണ്ടായിരുന്നു. പാണ്ടനെ കാണാൻ പറ്റില്ല, പാണ്ട നമ്മൾ ലൈറ്റ് ആയതുകൊണ്ട് പാണ്ടനെ കാണാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. സൂപ്പറാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1 day സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെരി വെരി സൂപ്പർ. പക്ഷെ പറ, എന്താണ് പറയാനുള്ളത്? ഒരു രക്ഷയില്ല. അമേസിംഗ് എക്സ്പീരിയൻസ്. യു ഷുഡ് എൻജോയ് ഇറ്റ്, യു ഷുഡ് ഫീൽ ഇറ്റ്, യു ഷുഡ് കം ഹിയർ. Yeah, you should experience once. Yes? Yes, definitely. Then we do the signing off. ഇത് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് നടന്നൊരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ എന്താ പറയുക, നോട്ട് പ്ലാൻഡ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ വന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോണൊക്കെ ചാർജ് കഴിഞ്ഞ് ഒന്നും പറയാൻ പറ്റില്ല. So this is Murshed Mubashir signing off. Tata, bye bye. Bye bye, see you.